നാമം വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാരത്തിന്റെ ശക്തി, ഈ ശക്തിയെക്കുറിച്ച് കർത്താവെ എന്ന് ചെയ്യുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള ഇട കൊടുക്കുന്നവർക്ക് കർത്താവെ നന്ദി പറയുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വചനത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്താൽ അനേകം ആൾക്കാരെ അറിയാനുള്ള കുറവ് കൊടുക്കണമേ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ വചനത്തിന്റെ വെളിപാട് കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. ഈ ദിവസത്തെ ഓർത്ത് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. ഇതിനെതിരെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന എതിരായിട്ട് നിൽക്കുന്ന എല്ലാ അന്ധകാര പൈശാചിക ശക്തികളെയും മേൽ യേശുവിന്റെ തിളത്തൊഴിക്കാൻ ആ ഈ ശക്തികളെ ഞാൻ ചേഞ്ച് ചെയ്ത് അതിന്റെ മേൽ ജയം ഉടക്കി യേശുവിന്റെ നാമത്തെ പുറത്താക്കുന്നു. ഇൻ ജീസസ് നെയിം. ആമേൻ. ഇപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് തരുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമ്മൾ കർത്താവിന്റെ വചന ഷെയറായിട്ട് നമ്മൾ ഉപയോഗിക്കണം. കുറെ നാളുകൂടി ആദ്യമായിട്ട് രാവിലെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത്. തുടർമാനമായിട്ട് ഇനി വരും ദിവസങ്ങളിൽ പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസല്ലോ കലരിയ. അപ്പം വചനം ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തിയും ഓർത്ത്, ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തികൾ സ്വാതന്ത്ര്യം ചെയ്യുന്നു. പ്രൈസല്ലോ നമ്മൾ വചനം ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. ഇന്നലെ മലയാളത്തിൽ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ പ്രീച്ച് ചെയ്തിരുന്ന ആ മെസ്സേജ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം 1-2 സെഷനായിട്ട് 2-3 സെഷനായിട്ട് പുനരുദ്ധാനം, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉയർപ്പിന്റെ ശക്തി, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ശക്തി, നമുക്ക് കിട്ടിയ ഫലങ്ങൾ, അതിനെക്കുറിച്ച് പറയാനായിട്ടായിരിക്കുന്നു. ഇതിൽ പറയുന്നത് കഴിഞ്ഞാല് ഇതിൽ പറയുന്ന നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരണ ശക്തി വചന അടിസ്ഥാനത്തിൽ നമ്മുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. യേശുവിന്റെ കുരിശുമരണവും അത് ഉയർപ്പും നമ്മുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന് തന്നെ പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു, ഞാൻ 3-ാം ദിവസം മരിച്ചു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പാപമോചനത്തിന് നിത്യജീവന്റെയും അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഈ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്, ഉയർപ്പാണ് ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. നമ്മൾ മരിച്ച ദൈവത്തെയല്ല പ്രസംഗിക്കുന്നത്, എന്നും ജീവിക്കുന്നവനായ ദൈവത്തെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പിന്നത്തെ യേശുക്രിസ്തുവിന്റെ ആ ബലി, കഴിഞ്ഞ ക്രൂശ് മരണം പിതാവായ ദൈവം സ്വീകരിച്ചതിന്റെ ആ തെളിവാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. പ്രൈസ് ദി ലോർഡ്. അതിനെ കുറച്ച് പോയിന്റ്സുകൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ ഒന്നാമത്തെ കാര്യം ഡിവൈൻ കൺഫർമേഷൻ ആണ്. കർത്താവിന്റെ വചനത്തിലൂടെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിവൈൻ കൺഫർമേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 ഫോർഗീവ്നെസ് ആൻഡ് സാൽവേഷൻ ആണ് എന്ന് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 3 ഹോപ്പ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫൗണ്ടേഷൻ ഓഫ് ദി ചർച്ച്. പവർ ഓവർ സിൻ ആൻഡ് ഡെത്ത്. പ്രൈസ് ദി ലോർഡ്. അന്ധകാര ശക്തിയുടെ മേലുള്ള, പാവത്തിന് മേലുള്ള വിജയവും, മരണത്തിന്റെ വിജയം. പ്രൈസ് ദി ലോർഡ്. പുതിയ സൃഷ്ടിയുടെ മേലുള്ള ആ പ്രോമിസ്, വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നീതീകരിക്കപ്പെടും എന്നുള്ള, പ്രൈസ് ദി ലോർഡ്, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നീതീകരിക്കപ്പെടും എന്നുള്ള കൺഫർമേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് 1-2 സെഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിൽ ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഡിവൈൻ കൺഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത് റോമക്കാർക്ക് ലേഖനം 8-ാം അധ്യായം, ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 8:11. ഇത് പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ഉയർപ്പ് നടന്നത്. ജഡത്തിൽ മരിച്ചു, ജഡത്തോട് കൂടി യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു. അതാണ് ജഡത്തോട് കൂടി ഉയർപ്പിക്കപ്പെട്ട വ്യക്തികൾ, പ്രൈസ് ദി ലോർഡ്, ഈ ലോക ചരിത്രത്തിൽ ആരുമില്ല. അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ലാസറിനെ ഉയർപ്പിച്ചു, പിന്നീട് ലാസർ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ എന്ന് ജഡത്തിൽ ഉയർപ്പിച്ച് എന്നെന്നും പിന്നീട് ജീവിക്കുന്ന ദൈവത്തെ, മരിച്ചു കഴിഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ഉയർപ്പിക്കപ്പെട്ട ദൈവം ജീവനോടെ വന്ന് 500-ലധികം തവണ, പ്രൈസ് ദി ലോർഡ്, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ ദൈവത്തെയാണ്, ഈ ദൈവം നമുക്കറിയാം, ലോകത്തിൽ ഒരു വ്യക്തിക്കും ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ, പ്രൈസ് ദി ലോർഡ്, സത്യദൈവമാണ് തെളിയിച്ചു കഴിഞ്ഞു.
അപ്പൊ ഇന്ന് ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതും ഈ 2025 വർഷം മുമ്പും കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ദൈവത്തെ പ്രഘോഷിക്കുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഡിവൈൻ കൺഫർമേഷൻ ഇത് പറഞ്ഞ് റോമക്കർ ലേഖനം 1:3 പറഞ്ഞ ബുക്ക് റോമൻ ചാപ്റ്റർ 1:3 ഇതിൽ പറഞ്ഞ് റോമക്കർ ലേഖനം 8:13 ബുക്ക് റോമൻ ചാപ്റ്റർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. എവിടെ മരണത്തിന്റെ അവസ്ഥയുണ്ടോ ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി വന്നിട്ട് നമുക്ക് ഉയർപ്പ് തരും. നമ്മുടെ ജോലിയിൽ, ബിസിനസ്സിൽ, സാമ്പത്തിക മേഖല, വരുമാന മാർഗങ്ങൾ, മിനിസ്ട്രിയിൽ, കുടുംബ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും പ്രത്യേകം ഈ പിതാവായ ദൈവം നമുക്ക് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച വഴിയായിട്ട് നമ്മളിലേക്ക് വരികയും നമുക്ക് ആ മേഖലയിൽ വലിയൊരു ഉണർവ് തരികയും ഉയർപ്പ് തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം സർവശക്തനായ ദൈവമാണ്, നിത്യം ജീവിക്കുന്നവനായ ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അത് ഇന്നും നമ്മുടെ ഉള്ളില് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ ശക്തിയുള്ള ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ ദൈവത്തിന് സ്തുതിക്കാം. ഓൺലൈൻ വായിച്ചിന് എല്ലാവരും ഒരു ഷെയർ ചെയ്ത് ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് പറ്റും. അതുപോയിട്ട് അനേകം പേര് രക്ഷയിലേക്ക് വരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. റോമക്കർ ലേഖനം 1 അതിൽ 3 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബുക്ക് ഓഫ് റോമൻ ഇത് സെയിം ഐ വിൽ ബി പ്രീച്ചിങ് ഇൻ ഇംഗ്ലീഷ് ടു. ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 1:3 ഇൻ ദിസ് ബൈബിൾ സെയിം റോമായിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ എല്ലാവർക്കും എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർമ്മിക്കപ്പെടുകയും അതാണ് പിന്നെ മരിച്ച ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു, ദൈവമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു, നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലസ്ഥാനവും പ്രാപിച്ചിരിക്കുന്നത്. അതാണ് പറയുന്നത്. പൗലോസ് പറയുവാണ്, ചുമ്മാതൊരു ദൈവത്തിന് മുമ്പിലല്ല ഞാൻ കൃപയും അപ്പോസ്തലം പ്രാർത്ഥിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ ആ കാര്യത്തെക്കുറിച്ച് അല്പം പൗലോസ് വിവരിച്ച് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ആ ദൈവമാണ് അപ്പോസ്തലനായിട്ട് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഹല്ലേലൂയ. Glory be to God. This is a Malayalam message. The same will be preaching today evening at 4 p.m. UK time. Praise the Lord. 6 p.m. South African time. Praise the Lord. At 9:30 p.m. Indian time. IST. Will be preaching in English. Say, praise the Lord. So this is the subject is the power of the resurrection of Jesus Christ. This is what I get. Book of Romans chapter 1:6 in the Bible. What പറഞ്ഞാൽ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ആണ് ഇന്ന് അപ്പോസ്തലന്മാരിയിരിക്കുന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2 നമ്മൾ വായിക്കുകയാണെന്ന് നമുക്കറിയാം. ഈ പുനരുത്ഥാന ശക്തി വരണമെങ്കിൽ നമ്മളൊരു വെയിറ്റ് ചെയ്യണം. ചുമ്മാതെ ശക്തി നമ്മളിലേക്ക് ഒന്നും വരത്തില്ല. നമ്മൾ ശക്തിക്ക് വേണ്ടി വില കൊടുക്കണം, വെയിറ്റ് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം. അഭിഷേകം വരുമ്പോൾ അപ്പോൾ ദൈവീയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വരികയും തുടർമാനമായിട്ട് ദൈവത്തിനെ പറ്റി നമുക്ക് പ്രഘോഷിക്കാനായിട്ട് ഇടവരികയും ചെയ്യും. അങ്ങനെ അപ്പോസ്തലന്മാരെ മൊത്തം അപ്പോസ്തല 2 കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് കർത്താൻ അവര് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 120 പേര് കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാ?
ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി അവരിലേക്ക് കിട്ടുവാനാണ്. മരിച്ചവരെ, യേശുക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിച്ചവന്റെ ശക്തി, ലാസർ എന്ന വ്യക്തിയെ ഉയർപ്പിച്ച ആ ദൈവശക്തി, ഉയർപ്പിന്റെ ശക്തി, റിസറക്ഷൻ പവർ, ദിസ് ഈസ് എ ഡിവൈൻ പവർ ആൻഡ് മൈറ്റി പവർ. അതാണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞാല് അത് ഒരു അത്യന്ത ശക്തിയാണ്. അതാണ് പൗലോസ് പറയുന്നത്, ഇത് അത്യന്ത ശക്തി മൺകൂടാരങ്ങളാണ് തന്നിരിക്കുന്നത്, എത്തൻ വസൽസിൽ, നമ്മുടെ ഉള്ളിലാണ്. നമ്മളിന്ന് ജീവിച്ച് ഈ ജഡം മരിച്ചു ജഡ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എങ്കിൽ തന്നെയും പ്രൈസ് ലോർഡ് നമ്മുടെ ആത്മാവിലാണ് ഈ അത്യന്ത ശക്തി കർത്താവ് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, the people those are believing in Christ Jesus, you are getting this divine power, praise the Lord, divine appointment, divine power, praise the Lord. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അത് അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല കൃപ അപ്പോസ്തല സ്ഥാനം കിട്ടുന്നത്, അതിൽ യേശു ക്രിസ്തുവിനായി വിളിച്ചിരിക്കുന്ന നിങ്ങളും. എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എത്ര പേര് കർത്താവിന്റെ യേശു ക്രിസ്തു അപ്പോസ്തലനായിട്ട് സ്വർഗീയ വെളിയായിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ കോളിംഗ് ഉള്ളവരെന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ കോളിംഗ് ഉള്ളത് റെസ്പോണ്ട് ചെയ്യുന്ന ആമയും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് നിങ്ങളെ ദൈവീയ പദ്ധതിക്കായിട്ട് കർത്താവ് ഉപയോഗിക്കും. നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ സ്വർഗീയ ഈ ജീവിത ലോകത്തിലുള്ള ജീവിതം അത് പുൽക്കൊടിക്ക് തുല്യമാണ്. അത് ഒരു പൂവ് നമുക്കറിയാം വിടരുന്നു, അത് വേര് കഴിക്കുമ്പോൾ വേര് പോകുമ്പോൾ അത് വാടുന്നു, അത് നിലത്ത് വീഴുന്നു, അത് കൊഴിയുന്നു, അതിന് അപ്രത്യക്ഷമാകുന്നു. മനുഷ്യൻ അതേപോലെ തന്നെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ സ്വർഗീയ യാത്രയിൽ നമ്മൾ ചുരുങ്ങിയ സമയമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. 70 അല്ലെങ്കിൽ ഏറിയാൽ 80. അതിന് മുമ്പിലുള്ള അതിന് ശേഷമുള്ള വർഷങ്ങളൊക്കെ കർത്താവിന്റെ ബോണസ് പീരീഡ് ആണ് നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ അവസ്ഥയോർത്ത സാഹചര്യങ്ങൾ ഓർത്തോ നമ്മളത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ചുരുങ്ങിയ ഈ കാലത്തിനുള്ളിൽ തന്നെ കർത്താവ് നമ്മളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ് ഓരോ വ്യക്തി. പ്രൈസ് ദി ലോർഡ്. അപ്പം അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ ഏത് സമയം അന്ധകാശയ്ക്ക് നമ്മുടെ മേൽ അധികാരമുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആ ദൈവ വേലയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാതെ കർത്താവിൻ്റെ വേലയിൽ നമ്മൾ ധിക്കരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിനെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഈ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്, അത് അപ്പോസ്തലന്മാരുടെ ചുമതലയാണ്. ചുമതല കിട്ടുന്നതിന് മുമ്പായിട്ട് ഒരു വെയിറ്റിംഗ് ഉണ്ട്. കർത്താവ് പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, ഞാൻ പിതാവിൽ നിന്ന് വാഗ്ദത്തം പിതാവ് നിങ്ങൾക്ക് തരുവാനുള്ള വാഗ്ദത്തം അത് നിങ്ങളിലേക്ക് അയക്കേണ്ടതാകുന്നു. അതിനുവേണ്ടി നീ ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അവരെല്ലാം കൂടി വന്ന് ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ഒരു കൂടിവരവുണ്ടായിരുന്നു, ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരണമെങ്കിൽ ഒരു കാത്തിരിപ്പ് വേണം, ഒരു കൂട്ടായ്മ വേണം, ഒരു ഫെലോഷിപ്പ് വേണം, ഒരു ജോയിന്റ് പ്രയർ വേണം, പേഴ്സണൽ പ്രയർ വേണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരുമിച്ച് ഏക മനസ്സോടെ ഒരു പ്രാർത്ഥന വേണം. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ കൂട്ടായ്മ വരുന്നുണ്ടോ അത് നമ്മൾ ധിക്കരിക്കരുത്. എവിടേക്കും നമുക്ക് കർത്താവ് കൂട്ടായ്മ തരുന്നുണ്ടോ എന്നാണ് തള്ളിക്കളയരുത്. സൺഡേ ചർച്ച സർവീസൊന്നും നമ്മൾ കളയരുത്. പ്രൈസ് ദി ലോർഡ്. അത് വീക്കിലി സർവീസുകളൊന്നും കളയരുത്. കർത്താവ് നമുക്ക് കൂട്ടായ്മ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയിലൂടെ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. അതാണ് പറഞ്ഞത്, 1 or 2 പേര് എൻ്റെ നാമത്തിൽ ഒന്ന് ചൂടും അവരുടെ മധ്യത്തിൽ എൻ്റെ മധ്യത്തിൽ ഞാനുണ്ട്. 2 പേര് എൻ്റെ നാമത്തിൽ ഐക്യപ്പെട്ട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 19 19 വാക്യം പറഞ്ഞ് എൻ്റെ കാര്യം ഒരുമനപ്പെട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വർഗത്തിനായ പിതാവ് അത് നിറവേറ്റി തരുമെന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് കൂട്ടായ്മ പ്രയർ നമുക്ക് വേണം. അതിന് ഇന്ന് അന്തകാഴ്ചയിൽ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടായ്മകൾ തകർക്കുകയാണ്. കൂട്ടായ്മയിലാണ് ശക്തി വരുന്നത്. കൂട്ടായ്മയിലാണ് നമുക്ക് when we make the fellowship, praise the Lord, we are getting the impartation, we are getting spiritual wisdom and knowledge and everything. Our God, the spiritual dryness will go off. Praise the Lord. You will get the spirit. You can renew your spirit in Christ Jesus when you make the fellowship with your friends or colleagues, the spiritual friends. Praise the Lord. I'm not saying the world friends. അതാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ്മയുടെ ദൈവശക്തി നമ്മളിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് അപ്പോസ്തലന്മാര് 2-ാം അധ്യായത്തിൽ ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചു. ആ കൂട്ടായ്മയിലെ ദൈവത്തിന്റെ ശക്തി, അത്യന്ത ശക്തി അവരിലേക്ക് വരികയും പിന്നീട് അവരെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ അവര് അന്നേരം തൊട്ട് തുടരാൻ ശ്രമിച്ചു. പിന്നെ നാളത്തിന് മാറ്റിവെച്ചില്ല.
ഒരു വീട് പണി കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് ചിന്തിച്ച് വെച്ചില്ല. അല്ലെങ്കിൽ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്, പ്രൈസിലോ, അല്ലെങ്കിൽ പ്രശ്നം മാറിയിട്ട്, പ്രൈസിലോ, കർത്താവിന്റെ വേല ചെയ്യാന്ന് അവർ ചിന്തിച്ചില്ല. അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി ജെറുസലേമിൽ അവിടെ കൂടിയിരുന്ന ജനത്തോട് പത്രോസ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. എനിക്ക് ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞില്ല, അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു. അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന പോലെ പ്രസംഗിക്കണം നമ്മളെ ദൈവത്തെ. പ്രൈസിലോട്ട്. കാരണം നമ്മൾ അറിയാവുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തോളൂ. ഇന്ന് അനേകം ആൾക്കാർ എനിക്ക് അതറിയത്തില്ല ഇതറിയത്തില്ല മാറി നിൽക്കുന്നു. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ എവിടെയാണെങ്കിലും കർത്താവിനെ പ്രഘോഷിക്കുക. ദൈവത്തിന്റെ വിശുദ്ധാത്മ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് കണക്ട് ചെയ്തു തരും. പ്രൈസിലോ. നമുക്ക് ചേർത്ത് ഹല്ലേലൂയ പറയാം. പ്രൈസിലോ. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കൃപയും അപ്പസ്തോലത്വവും പ്രാപിക്കാനായിട്ട് പിതാവായ യേശു ക്രിസ്തുവിലൂടെ അത് നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. പ്രൈസിലോ. ഈ പുനരുത്ഥാന ശക്തി സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നിങ്ങളെ എൻ്റെ പാർട്ടേക്കേഴ്സ് ആയിട്ട് കർത്താവ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഇന്ന് ഞാൻ കർത്താവിന് വചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഈ പുനരുദ്ധാരണത്തിന്റെ ശക്തി കർത്താവ് എന്നെ തന്ന്, പ്രൈസിലോ, അനേകം ആൾക്കാരിലേക്ക് ഈ പുനരുദ്ധാരണത്തിന്റെ ശക്തി പറഞ്ഞു കൊടുക്കുവാനും അത് അവരിലേക്ക് റിസീവ് ചെയ്യുവാനും അവരിലേക്ക് കൊടുക്കുവാനായിട്ട് എന്നെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. പ്രൈസിലോ. ഹല്ലേലൂയ. അത് ഈ ശക്തി അത്യന്ത ശക്തിയാണ്, ഡിവൈൻ പവറാണ്, റിസർഷൻ പവറാണ്. പ്രൈസിലോ. അതാണ് ഞാനൊക്കെ കർത്താവിന് വചനം സ്ട്രീറ്റിൽ പ്രസംഗിക്കുമ്പോൾ അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വരും, അനേകം ആൾക്കാരെ ദൈവത്തെ അറിയുന്നു, അനേകം ആൾക്കാർ പ്രൈസിലോ ദൈവനാമത്തിന് വേണ്ടി മഹത്വപ്പെടേണ്ട രീതിയിൽ പ്രസംഗിക്കുന്നു. അനേകം ആൾക്കാർ അവർ പാവങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് അവർ സ്നാനമേൽക്കുന്നു. അനേകം ആൾക്കാർ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. അനേകം ആൾക്കാർ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പ്രൈസിലോ. ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഇന്നും അവരെ കൈപിടിച്ച് നടത്തുന്നു. അപ്പൊ കർത്താവിന്റെ പുനരുത്ഥാന ശക്തി നമ്മളെ എന്ത് പ്രാർത്ഥനാക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് തന്ന് നമ്മൾ സകലത്തിലും സകല സത്യത്തിലും വഴി നടത്തുന്നു. രണ്ടത് ഉയർപ്പിച്ചിന്റെ ആത്മാവ്, യേശുവിനെ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന്റെ ആത്മാവ്. ഇതാ പറയുന്നത് വെച്ചാൽ ബൈബിൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ മരിച്ചിരുന്ന് ഉയർപ്പിച്ചിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചോ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. എവിടേക്ക് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടോ അവിടെ ഒരു ഉയർപ്പുണ്ട്. നമുക്ക് ബിസിനസ് മേഖലയിൽ ഉയർപ്പുണ്ട്, ജോലിയിൽ ഒരു ഉയർപ്പുണ്ട്, നഷ്ടപ്പെട്ടതൊക്കെ തരുന്ന കർത്താവ് തരുന്ന ഒരു വീണ്ടെടുപ്പുണ്ട് അവിടെ. പ്രൈസിലോ. ഒരു റെസ്റ്റോറേഷൻ ഉണ്ട് ഉയർപ്പിന്റെ ശക്തിയിൽ. പ്രൈസിലോ. സാധാരണങ്ങൾ അത് ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഹീലിംഗ് പവറുണ്ട്. യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ച യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ, പ്രൈസിലോ, യേശുക്രിസ്തു തിരക്തത്തിന്റെ ശക്തിയാൽ അസുഖങ്ങൾ എല്ലാം മാറ്റപ്പെട്ട പുതിയൊരു ബോഡി കർത്താവ് നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു റിസറക്ഷൻ ബോഡി കർത്താവ് നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ഹെൽത്തി ബോഡി കർത്താവ് നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ റിസറക്ഷൻ പവർ നമ്മളിലേക്ക് പരിശുദ്ധ ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പം എവിടെയൊക്കെ നിർജീവമായിട്ടുണ്ടോ, പ്രൈസിലോ, എവിടെയൊക്കെ നമുക്ക് മാനുഷികപരമായിട്ട് നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ, എവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ വാതിലുകൾ അടഞ്ഞു എന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ, പ്രൈസിലോ, ചിന്തിക്കുന്നുണ്ടോ? അവിടെയെല്ലാം കർത്താവ് അന്ധകാശക്തിയുടെ നാവ് കെട്ടിയിട്ട് നിങ്ങൾ പുനരുത്ഥാന ശക്തിയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കളെ ഒന്നേയും കർത്താവ് മരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തും. അവർ ലോകത്തിൽ നിന്ന് ഇല്ലാതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നല്ല പറഞ്ഞ്, അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന പറഞ്ഞു. പ്രൈസ്. നിങ്ങൾക്ക് തന്നെ വാക്തത്വം നിർവഹിച്ചു. അതുകൊണ്ട് ശത്രുക്കളെ ലോകത്ത് നിങ്ങൾ ബുദ്ധിമുട്ട കാര്യമില്ല. പ്രൈസ് ലോട്ട്. ഹല്ലേലൂയ. അവരെ ഈ ലോകത്ത് ഒന്നെങ്കിൽ ജീവിക്കും അല്ലെങ്കിൽ മരിച്ച് മാറ്റപ്പെടുത്തിയിട്ടാണെങ്കിലും കർത്താവിന്റെ വാക്തത്വം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങളെ ശല്യം ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പ്രൈസ് ലോട്ട്. ഹല്ലേലൂയ. ഗ്ലോറി ബി ഗോഡ്. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വായിക്കുവാൻ നമുക്കറിയാം, പിതാവായ ദൈവം ദാവീദിനോടൊപ്പം ഉള്ള കാരണം ദാവീദ് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു എന്ന് ക്രോണിക്കലിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഉയർപ്പിന്റെ ശക്തിയാണ് ഇന്ന് ഞാൻ കർത്താവിന് ഹല്ലേലൂയ ഉയർപ്പിന്റെ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് ലോകത്തിലെ എല്ലാവരും കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത്. അപ്പോസ്തലന്മാരെല്ലാം ജെറുസലേമിൽ കർത്താവിന്റെ വചനം ഉയർപ്പിന്റെ ശക്തി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ ദിവസം തന്നെ 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അത് 4-ാം അധ്യായത്തിൽ 2000 പേരുടെ ഇൻക്രീസ് ആയി. പ്രൈസിലോട്ട്. പിന്നീട് ചർച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. കാരണം ഉയർപ്പിന്റെ ശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ എവിടേക്ക് അന്ധകാരശക്തി കെട്ടിയിട്ടുണ്ടോ, എവിടേക്ക് നമ്മുടെ ജീവിതത്തെ ഡെസ്റ്റിനേഷന് വേണ്ടി റീച്ച് ചെയ്യുന്നത് എത്താനായിട്ട് പിശാച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, എവിടേക്ക് നമ്മുടെ ഡോറുകൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ, ഉയർപ്പിന്റെ ശക്തി അത് തുറക്കും. വീണ്ടും നമുക്ക് വേണ്ടി പുതിയതൊന്നും കർത്താവ് ചെയ്തു. അതാണ് ഉയർപ്പിന്റെ ശക്തിയാൽ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നീരുറയും കർത്താവ് സൃഷ്ടിക്കും. ഉയർപ്പിന്റെ ശക്തി നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രമേ വില ഉള്ളെന്ന് കർത്താവ് അറിയാം. എങ്കിലും ഈ ഉയർപ്പിന്റെ ശക്തി നിന്നിലൂടെ പ്രവർത്തിക്കാൻ നീ
നീ അനുവദിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരൊറ്റ കാരണത്താൽ പ്രൈസ് ലോർഡ് ആർക്കും അടച്ചുകൂടാത്തൊരു വാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളതെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ നാമം നീ കാത്തു. ഉയർപ്പിന്റെ ശക്തി പ്രസംഗിക്കാനായിട്ട് നീ ഉപയോഗിച്ചു, ടൈമേ ഉപയോഗിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആർക്കും അടച്ചുകൂടാത്ത പ്രൈസിലോ ഒരു വാതിൽ നിനക്ക് വേണ്ടി ഞാൻ തുറക്കും. പ്രൈസിലോ ഈ ഉയർപ്പിന്റെ ശക്തി വരുമ്പോൾ കർത്താവ് മലകളെ നിരപ്പാക്കുകയും സ്ഥാപന വാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പരം ഒടിക്കുകയും ചെയ്യും. ഉയർപ്പിന്റെ ശക്തിയാല റിസർഷൻ പവറിനാല് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലങ്ങി. പ്രൈസിലോ പത്രോസ് പുറത്തു വന്നു, ചങ്ങലകൾ പൊട്ടിമാറി. അപ്പൊ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നു കഴിയുമ്പോൾ കാരാകാരം കുലങ്ങി. പ്രൈസിലോ ഹല്ലേലൂയ. ഉയർപ്പിന്റെ ശക്തി മറ്റുള്ളവരെ പേടിപ്പിച്ച് കളയും. ഉയർപ്പിന്റെ ശക്തി നമുക്ക് വേണ്ടി നിൽക്കും. നമ്മൾ ഒരാളെ ഉള്ളെന്ന് പ്രശ്നമുള്ള കാര്യമല്ല. ഉയർപ്പിന്റെ ശക്തി കർത്താവ് ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ ശത്രുക്കളെ മൊത്തം മാറ്റിയിട്ടാണെങ്കിലും ഉയർപ്പിന്റെ ശക്തിയാൽ നമ്മൾ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. പ്രൈസിലോട്ട് ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ അപ്പം ഈ ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർക്കാണ് അപ്പോസ്തലൻ സ്ഥാനവും കൃപയും കിട്ടിയിരിക്കുന്നത്. Glory be to God. Such a wonderful Lord. അപ്പം ഉയർപ്പിന്റെ ശക്തിയാൽ നമുക്ക് കിട്ടുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ കർത്താവിന്റെ വാഗ്ദത്തം നമ്മളിലേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, റോമക്ക് ലേഖനം 4:20 Romans 4:20. This same I'll be preaching in English today evening, okay, at 4 p.m. UK time. You can watch it today. Praise the Lord. Tomorrow I'll be preaching book of Acts of the Apostles, continuously doing this message. Praise the Lord. Tomorrow also we'll be preaching part 2. Praise the Lord. Then I will finish this one. I have on the resurrection power of the resurrection of Jesus Christ. And Wednesday onwards preaching book of Acts of the Apostles, Bible study. എല്ലാവരും ദൈവം എനിക്ക് ഇത് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. അതാണ് എന്ന് വെച്ചാൽ അബ്രാഹത്തെ കുറിച്ച് പറയുന്നത്. ഉയർപ്പിന്റെ ആ ശക്തിയെ കുറിച്ച് പറയുന്നതാണ്. അബ്രാഹം എന്ന് പറഞ്ഞാല് ആ ശക്തിയുടെ ആ ബലം അബ്രാഹം അനുഭവിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ല, ഉയർപ്പിന്റെ ശക്തി ഇല്ലാതെ ഇരുന്നിട്ട് വരികയും പിതാവായ ദൈവത്തെ വിശ്വസിച്ച വഴിയായിട്ട് ആ ദൈവത്തിന്റെ ശക്തി അബ്രാഹത്തിനോട് കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിൽ അബ്രാഹത്തിന് അത്രമാത്രം ശക്തി ഉണ്ടെങ്കിൽ ഉയർത്തിനപ്പെട്ട യേശുക്രിസ്തുവിന്റെ ശക്തി ഡയറക്റ്റ് ആയിട്ട് നമ്മളിലേക്ക് വന്നാലോ അസാധ്യങ്ങൾ സാധിക്കും. ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ റോമക്ക് ലേഖനം 4:21 പറയുന്നത് അവന് വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അത് അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല. അപ്പോസ്തലന്മാർക്ക് എന്ന ആ വിളി അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രാഹത്തിനുള്ള വാഗ്ദത്തം അബ്രാഹത്തിന് വേണ്ടി മാത്രമല്ല, ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അബ്രാഹത്തോടുത്ത വാഗ്ദത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളിലൂടെ ഒരു തരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ്. ഇത് പറഞ്ഞു വെച്ചാല് അത് അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടിയാകുന്നു. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച്, പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച്, ഉയർപ്പിൽ വിശ്വസിച്ച്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രൂശ് മരണത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി കൂടിയാണ് അബ്രാഹത്തോടുത്ത വാഗ്ദത്തം മൊത്തം കണക്കിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ നമ്മൾ അബ്രാഹത്തിന് എന്തൊക്കെ വാഗ്ദത്തം കർത്താവ് കൊടുത്തിരിക്കുന്നുണ്ടോ ആ വാഗ്ദത്തം മൊത്തം യേശു ക്രിസ്തുവില് അത് ഉവ്വ എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ അത് യെസ് എന്ന് മാത്രമാണ്. അത് നോ എന്നൊരു പരിപാടി ഇല്ല അവിടെ. ഉയർപ്പിച്ചവന്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ 3000 വാഗ്ദത്തങ്ങളുണ്ട്. അത് വിശ്വസിച്ച് എവിടേക്ക് ഏറ്റെടുക്കുന്നുണ്ടോ അവിടെ മൊത്തം കർത്താവ് നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് വാഗ്ദത്തം നമ്മളുടെ കർത്താവ് പ്രവർത്തിപ്പിക്കും. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. റോമക്കാരൻ 4:24 പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ന് എവിടേക്ക് വാഗ്ദത്തം, അതാണ് ഇന്ന് വാഗ്ദത്തങ്ങൾ നിറവേറാതിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഉയർപ്പിച്ചവന്റെ ശക്തി നമ്മൾ വിശ്വസിക്കുന്നില്ല. ഉയർപ്പിച്ചവന്റെ ശക്തി വിശ്വസിച്ച് നമ്മൾ മറ്റുള്ളവരോട് ഈ ശക്തിയെക്കുറിച്ച് നമ്മൾ പറയണം. അങ്ങനെ പറയുമ്പോൾ കർത്താവ് നമുക്ക് ഒരു ടെസ്റ്റിമണി തരും, നമുക്കൊരു എക്സ്പീരിയൻസ് കർത്താവ് തരും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ടച്ച് ചെയ്യും. ഒരു വാഗ്ദത്തങ്ങൾ നിറവേറ്റി കഴിഞ്ഞ് ഒരു വാഗ്ദത്തങ്ങൾ ഓരോന്നോരോ നിറവേറ്റപ്പെടാൻ ഇടവരും. അങ്ങനെ ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒന്നും നമ്മളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നില്ല. അവരെയൊന്നും നോക്കാൻ പോകരുത്. അവർ ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. അവർ കോണ്ടാക്ട് ചെയ്താലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നു, നമ്മൾ ആ ദൈവത്തെ ജീവിക്കുന്ന ദൈവത്തെ പ്രസംഗിക്കുന്നു. അതാണ് സത്യം. അതിനുവേണ്ടി ആയിരിക്കും നമ്മളോട് മിണ്ടാതിരുന്നു കഴിഞ്ഞാലും അവരും മിണ്ടാതിരുന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ പിടിച്ച് മിണ്ടി
ഈ നിത്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. പ്രൈസ്. അതാണ് ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ദൈവത്തിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ നിത്യത്തിലേക്ക് പ്രവേശിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. അതാണ് വേണ്ടി പറയുന്നത്, ആദ്യം അവന്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സകലം കിട്ടും. ഈ രക്ഷയുടെ വചനം ഈ ലോകം 10 അറിയുമെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഉയർപ്പിന്റെ ശക്തിയെക്കുറിച്ച് അറിയും. ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഉയർപ്പിന്റെ ശക്തി പ്രസംഗിക്കാനായിട്ടാണ്. അപ്പോസ്തലനെ വിളിച്ചിരിക്കുന്നത്, പൗലോസിനെ വിളിച്ചിരിക്കുന്നത് എല്ലാം ഉയർപ്പിന്റെ ശക്തി പ്രസംഗിക്കാനാണ്. പൗലോസ് വഴിയായിട്ട് മേശമേൽ ശുശ്രൂഷിച്ച വഴിയായിട്ട് അപ്പോസ്തലന്മാർ വഴിയായിട്ട് നമുക്കറിയാം, മേശമേൽ ശുശ്രൂഷിച്ച സ്തേഫാനോസ്, ഫിലിപ്പോസ്, അവർ മേശമേൽ ശുശ്രൂഷ ചെയ്ത ആൾക്കാരായിരുന്നു. അവരെ വിളിച്ച് ഉയർപ്പിന്റെ ശക്തി വരമേൽപ്പിച്ചു. ഇതോ ഉയർപ്പിന്റെ ശക്തിയെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് അവരെ വരമേൽപ്പിച്ചു, അവരെ അപ്പോയിന്റ് ചെയ്തു. അവർ സമരിയ ജ്യോതിയ മൊത്തം ഉയർപ്പിന്റെ ശക്തി പ്രസംഗിച്ചു. സമരിയ പട്ടണം ഇളകി മറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എഥിയോപ്യക്കാരൻ നമുക്കറിയാം, ഷണ്ടൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം കർത്താവിനെ അറിഞ്ഞു, ഉയർപ്പിന്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞു, ഉയർപ്പിന്റെ ശക്തി അറിഞ്ഞു സ്നാനപ്പെട്ടു, ദൈവത്താൽ ശക്തിപ്പെട്ടു, അദ്ദേഹത്തിന് ഉയർപ്പിന്റെ ശക്തി കിട്ടി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം, വചനം എവിടെ വായിച്ചു, അപ്പോസ്തലപ്രവൃത്തി എവിടെ വായിച്ചു കഴിഞ്ഞാലും ഉയർപ്പിന്റെ ശക്തിയാൽ വൻ കാര്യങ്ങൾ ഈ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നമ്മളോട് അവരിലൂടെ ചെയ്തു. ആ ആത്മാവ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊക്കെ സ്ട്രീറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ ഉയർപ്പിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് അനേകം ആൾക്കാരെ സൗഖ്യം കൊടുത്തു, അനേകം ആൾക്കാർക്ക് ഭാവമോചനം കൊടുത്തു, അനേകം ആൾക്കാർക്ക് രോഗസൗഖ്യം കൊടുത്തു, അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വരാൻ ഇടവന്നു, അനേകം ആൾക്കാർ ഈ ദൈവത്തെ അറിഞ്ഞു, അനേകം ആൾക്കാർ അവരുടെ ജീവിതം യേശുക്രിസ്തുവിനായി സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം പറഞ്ഞാൽ റോമക്കാരെ 4:25 പറയുന്നത്, ബുക്ക് റോമൻ, നമ്മുടെ കർത്താവായ യേശുവിനെ, ബുക്ക് റോമൻ 4:25, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് തന്നെ. അപരാധം കൊടുത്ത വാഗ്ദത്തം മൊത്തം അത് നമ്മളിലൂടെ കണക്കിടാനുള്ളതാണ്. പിന്നെ പൗലോസ് പറയുന്നത് എന്ന് വെച്ചാൽ, 1 Corinthians 15:16, 1 Corinthians 15:16 പറയുന്നത്, മരിച്ചവരെ ഉയർക്കുന്നതിലെങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. കാരണം നമുക്കൊരു ഉയർപ്പുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഇന്ന് ലോകത്തിൽ യേശു ക്രിസ്തുവിലായിരിക്കുന്ന എല്ലാവർക്കും ഉയർപ്പുണ്ട്. ക്രിസ്തുവിനോട് കൂടെ വാനമേൽ നമ്മൾ എടുക്കപ്പെടും. മരിച്ചവരതിന് മുമ്പ് എടുക്കപ്പെടും. പ്രൈസല്ലോ. എത്ര നല്ലൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുയേശു കൂട്ടാളിയാണ്. അതാണ്, നമുക്ക് എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ നിത്യതയെക്കുറിച്ച് ഓർക്കണം. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ പിമ്പിലുള്ളത് മറന്നിട്ട് മുമ്പിനുള്ളത് ലാക്കാക്കി ലക്ഷ്യം വെച്ച് ഞാൻ ഓടുന്നു. പൗലോസിന് നിത്യതയെക്കുറിച്ച് കർത്താവ് ബോധ്യം കൊടുത്തു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 3ാം സ്വർഗ്ഗത്തോളം പൗലോസ് എടുക്കപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ പൗലോസിനെ കർത്താവ് നിത്യതയെ ചെറിയൊരെണ്ണം കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ കാരാഗ്രഹവാസം ഒന്നും പ്രശ്നമല്ല. എനിക്കും വരുവാനിരുന്ന ആ ഗ്ലോറി നോക്കുമ്പോൾ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഇന്നത്തെ കഷ്ടം അത് ഛേദമെന്ന് പൗലോസ് എണ്ണി, അത് നിസ്സാരമെന്ന് എണ്ണി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് എനിക്ക് വരാൻ പോകുന്ന മഹത്വം ഓർക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ ഈ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് നിത്യമഹത്വ കർത്താവ് തരുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഭർത്താവ് പറഞ്ഞാൽ, പൗലോസ് പറഞ്ഞാൽ 1 Corinthians 15:16 16 പറയുന്നത്, മരിച്ചവരെ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു മരിച്ചിട്ടില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കത്തില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞാൻ ഇന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് സത്യവചനമല്ല, ഉയർത്തെഴുന്നേറ്റ ജീവന്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. ഈ വചനത്തിന് ജീവനുണ്ട്. അതാണ് ജീവനും ചൈതന്യമുള്ളതായി ഇരുതല്ല വാൾത്തിരയുള്ള മൂർച്ചനേക്കാൾ വായത്തിലുള്ള വാളിനേക്കാൾ ശക്തമാണ് കർത്താവിന്റെ വചനം. പ്രൈസിലോ. മൂർച്ചയേറിയാണ് കർത്താവിന്റെ വചനം. പ്രൈസിലോട്. ഹല്ലേലൂയ. അത് എവിടെ വേണം തുളച്ച് ചെന്ന് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ചെന്ന്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഹൃദയ വിചാരങ്ങളും ഇത്തന്നെ മാറ്റി, പ്രൈസിലോട്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ശക്തമാണ് ദൈവത്തിന്റെ വചനം. അതാണ് ഫറവോയുടെ വചനം. ഹൃദയം കർത്താവ് കഠിനപ്പെടുത്തി. എന്താണ് പുറപ്പാടിന്റെ ദിവസം വായിക്കുവാണെങ്കിൽ അറിയാം, മോശയും അഹ്റോനും ഫറവോനെ മുന്നിൽ ചെല്ലുമ്പോൾ, നിങ്ങൾ പറയുന്ന ഈ ദൈവം ആര്? ഞാൻ അയക്കാം. 12ാം അധ്യായത്തിൽ വരുമ്പോൾ ആ ദൈവത്തെ അറിഞ്ഞു, ആ ഉയർപ്പിച്ചവരുടെ ശക്തി അറിഞ്ഞു. ആദിയാത്മാരെല്ലാം സംഹരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തിന്റെ ശക്തി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ ശക്തി, അത്യന്ത ശക്തിയാണ്. ദൈവത്തോട് നമുക്ക് ആർക്കും വെല്ലുവിളിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. ഈ പറഞ്ഞാൽ ക്രിസ്തു വൈറസ് പറയണം, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാവങ്ങളെ ഇരിക്കുന്നു. പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. പക്ഷേ പൗലോസ് പറയുവാണ്, ഈ ആയുസിൽ
നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരും അരിഷ്ടരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി ഇനി ഒരു ഉയർപ്പിരിക്കുകയാണ്. മരിച്ചവരെ നിദ്ര കൊണ്ടവരെല്ലാം ഇനി വലിയൊരു ഉയർപ്പിരിക്കുകയാണ്. ഉയർപ്പിക്കും, കർത്താവിന്റെ ഒരു ഉയർപ്പ് വരുവാണ്. നിദ്ര കൊണ്ടവരുടെ മൊത്തം വലിയൊരു ഉയർപ്പ് വരുവാണ്. അപ്പം കർത്താവ് പൗലോസ് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യപരമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഒരു ദൃശ്യം വന്നു കഴിഞ്ഞോ അത് യേശുക്രിസ്തുവാണ്. ആ ദൃശ്യം യേശുക്രിസ്തു ഉയർപ്പ് നമ്മളെ കാണിച്ചിരിക്കുന്നത് മരിച്ചവരും ഉയർക്കപ്പെടും, ക്രിസ്തുവിലായി മരിച്ചവരും ഉയർക്കപ്പെടും. ലോകത്തിന്റെ ആൾക്കാരല്ല, അവർ നരകത്തിലേക്ക് പോകും. പ്രൈസിലോടി രക്ഷിക്കപ്പെടും. മുഴുശാനം എടുത്ത് യേശുക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉയർപ്പുണ്ടെന്ന് പറയുന്നു. പ്രൈസിലോ അവർക്കൊരു ഉയർപ്പെടുന്ന കർത്താവ് പറയുന്നു. അപ്പൊ ഈ മരണത്തെക്കുറിച്ച് നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കർത്താവ് പറയുന്നത് വെച്ചാലും, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടതിൽ ആദ്യപരമായി മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും ഒരുവൻ മൂലമുണ്ടായി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ ആദം മൂലം പാപത്തിൽ മരിച്ച വ്യക്തിക്ക് യേശു ക്രിസ്തുവിലൂടെ ഒരുവനിലൂടെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സത്യദൈവത്തിലൂടെ നമുക്ക് ജീവൻ വന്നിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. പ്രൈസ്. അതുകൊണ്ട് മരണത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, നിത്യത്തിലേക്ക് പോവുകയാണ്. രക്ഷി നമ്മൾ തന്നെ രക്ഷയോട് സ്ഥാനപ്പെട്ട എല്ലാവരും. ലോകത്തിന്റെ ആൾക്കാരല്ല ഞാൻ പറയുന്നത്. അതാണ് വന്നെ മത്തായി സുവിശേഷം 26:31 വാക്യം പറയുന്നത്, യേശു അവരോട്, ഈ രാത്രി നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ലോർഡ്. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോയും. ഉയർത്തെഴുന്നേറ്റ ശേഷം ഉയർപ്പിന് ഒരു ശക്തിയുണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിന് നമുക്കറിയാം, നമ്മൾ എവിടെയായിരുന്നാലും നമ്മളിൽ വന്ന് വ്യാപരിപ്പിക്കാനും പ്രവർത്തിപ്പാനും ഉയർപ്പിന് ശക്തി പറ്റും. നമ്മൾ ലോകത്തിന്റെ എവിടെയായിരുന്നു കഴിഞ്ഞാലും, ഏത് രാജ്യത്ത് ഇരുന്നു കഴിഞ്ഞാലും ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ആത്മശക്തിക്ക് നമ്മളെ ഉണർത്തുവാൻ പറ്റും, നമ്മളെ സംരക്ഷിക്കാൻ പറ്റും, നമുക്ക് പ്രൊട്ടക്ഷൻ തരുവാനായിട്ട് പറ്റും, നമ്മുടെ മർത്തി ശരീരങ്ങളെ ജീവിപ്പിക്കാനായിട്ട് പറ്റും. എവിടെയൊക്കെ നിർജീവമായിട്ടുണ്ടോ അവിടെയെല്ലാം ഉയർപ്പ് തരാൻ പറ്റും, ഒരു മിറക്കൽ ചേർന്ന് തരാനായിട്ട് പറ്റും. അതാണ് പൗലോസ് കർത്താവിന് വചനം 12 അധ്യായം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ശ്രദ്ധയോടെ കേട്ടിരുന്ന ക്രിപ്പൽഡായുള്ള വ്യക്തി, ഒരു മുടന്തനായ വ്യക്തി ശ്രദ്ധയോടെ കേട്ട് അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. ഉയർപ്പിന്റെ ശക്തി വിശ്വാസം തരാനായിട്ട് പറ്റും. അങ്ങനെ വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ പൗലോസ് പ്രസംഗിച്ച ദൈവത്തിന്റെ പറ്റി വിശ്വാസം വന്നു. പൗലോസ് അദ്ദേഹത്തെ കൈപിടിച്ച് ഏൽപ്പിച്ച് നടത്തി സൗഖ്യം കൊടുത്തു. ഉയർപ്പിന്റെ ശക്തിക്ക് നമുക്ക് രോഗസൗഖ്യം തരാൻ പറ്റും. അപ്പൊ ഇന്ന് ദൈവം നിങ്ങൾ എല്ലാവരും അനുകരിക്കട്ടെ. അല്ലെങ്കിൽ ഇത് നാളെ രണ്ടാമത്തെ സെക്ഷൻ എടുത്തിട്ട് ഉയർപ്പിന്റെ ശക്തിയെ കുറിച്ച് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. ഇത് part 1, part 2. The same tomorrow I'll be preaching in English also, part 1 and part 2. Today evening I'm preaching in English, the same session, part 1 in English. Tomorrow we'll be preaching in Malayalam and English, part 2. Morning there will be Malayalam message, evening will be in English message. Praise the Lord. Hallelujah. അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച തൊട്ട് അപ്പോസ്തല പ്രവൃത്തി ബൈബിൾ പഠനം പുനഃസ്ഥാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടിന്യൂ ചെയ്യാനായിരിക്കും. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. എഡി മാത്യു മേൻസി പീറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫാസ്റ്റ് ലക്ഷ്മണ, തോമസ്, മാത്യു, ക്ലെയർ, ബെക്സി, ആനന്ദ്, ജീവൻ, തോമസ്, എല്ലാവർക്കും വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പുനരുദ്ധാന ശക്തി കർത്താവിന്റെ വചനം പ്രസംഗിച്ച കേട്ടിരുന്ന ഓരോ വ്യക്തിയിലേക്കും ചെല്ലുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ബൈബിളം കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നത്. സാധ്യങ്ങൾ ചെയ്യാനുള്ള കർമ്മ കൊടുക്കുന്നത് നന്ദി പറയുന്നു. കർത്താവ് അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം അവരിലൂടെ ഉപയോഗപ്പെടുവാൻ ഈ ഉയർപ്പിന്റെ ശക്തിയാൽ അതിനുള്ള കൃപ അവർക്ക് കൊടുക്കുന്നതിനോട് കർത്താവ് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പിതാവിന്റെയും പുത്രനെയും വിശുദ്ധാത്മാവിന്റെ നാമത്തെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഈവിൾ സ്പിരിറ്റിന്റെ ആ പ്രവർത്തനങ്ങളെയും കർത്താവിന്റെ ശക്തിക്ക് എതിരായിട്ട് നിൽക്കുന്ന, ശക്തി അറിയുന്നതിനായിട്ട് എതിരായിട്ട് നിൽക്കുന്ന മൈൻഡ് ബ്ലൈൻഡ് സ്പിരിറ്റിന്റെ മേൽ യേശുവിന്റെ തിരത്തൊഴിച്ച് ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശുവിന്റെ തിരത്തൊഴിച്ച് ബന്ധിച്ച് പുറത്താക്കുന്ന നെയ്മൊക്കെ ഷന്തപ്ത ബലത്തീട്ടക്കൻ അല്ലാത്തീട്ടക്കൻ യേശുവിന്റെ നാമത്തിൽ കർത്താവ് വലിയൊരു ബ്രേക്ക് ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധിക്കട്ടെ. നിർജീവമായ അവസ്ഥകൾ ജീവൻ പ്രാപിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം. Jesus' name, in Jesus' name. Amen. So God bless you.